വാ പോവാ. ഞങ്ങളെങ്ങോട്ടാ പോണേന്നറിയോ? ഞങ്ങൾ അങ്ങനെ മനോഹരമായ സ്ഥലത്തേക്ക് യാത്ര പോവാണ് കേട്ടോ. ഫ്ലൈറ്റിലാണ് യാത്ര. പേടിച്ചിട്ടാണ് പെട്ടെന്ന് സിനിമയിലത്തെ നായികയുടെ അവസ്ഥയാണ്. പേടിയാണ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്തെങ്കിലും വാ പോവാ. ഫ്ലൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? നമ്മള് മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് പോവാ. അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ ഫ്ലൈറ്റ് പൊങ്ങുമ്പോ മഴ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിലും ട്രെയിനിലും പറ്റില്ല. ബസ്സിൽ പോയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വിമാനം താഴേക്ക് ഇറക്കുന്നതിന് മുൻപ് വിമാനം മുകളിലേക്ക് പറത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. രച്ചു നല്ല ടെൻഷനിലാണ്. വിമാനത്തിന് എന്തെങ്കിലും പറ്റുമോ, മഴ പെയ്യുമ്പോൾ അപകടം ഉണ്ടാവോ, വിമാനം കാണാണ്ടാവോ എന്ന് വേണ്ട എല്ലാ പേടിയുണ്ട്. ചേട്ടനൊന്നും ചെയ്യാൻ സമ്മതിക്കണില്ല. ഇനി അതെങ്ങാനും തൊട്ടിട്ട് വിമാനത്തിനൊന്നും പറ്റരുതല്ലോ. എല്ലാം ചുറ്റിപ്പോയി. ഞങ്ങൾ പോകുന്നത് ലക്ഷദ്വീപിലെ അഗട്ടിയിലോട്ടാണ് കേട്ടോ. ദ്വീപിന്റെ ചുറ്റും കടലാണ്. ആ പച്ച കളർ കാണുന്നതാണ് ലഗൂൺ ഏരിയ. ഇപ്പോൾ ഓഫ് സീസൺ ആണ് കേട്ടോ. സീസൺ തുടങ്ങുന്നത് ഒക്ടോബർ മുതൽ മെയ് വരെയാണ്. അപ്പോൾ കടൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി നമുക്ക് കാണാം. മാജിക്കൽ ഐലാൻഡ്, ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ പറ്റാത്ത പ്രത്യേകതയുള്ള ദ്വീപ്. ഷിപ്പ് വഴിയും അകത്തിയിലേക്ക് വരാം. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇവിടുത്തെ മലയാളമാണ്. ഈ ദ്വീപിൽ കൂടുതലും തെങ്ങാണ്. താജ് ഹോളിഡേയ്സ് ആണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തത് സൺബ്രീസ് റിസോർട്ടിലാണ് കേട്ടോ. എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കരിക്ക് കുടിക്കാൻ കിട്ടിയിട്ടോ. വിശന്നിരിക്കുന്ന ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസമായിരുന്നത്. ഫുഡ് അടി കഴിഞ്ഞ് സൈറ്റ് സീയിങ് കാണാൻ ഇറങ്ങി. ഓഫ് സീസൺ ആയിരുന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് കയറിയത്. സീസൺ സമയത്ത് വരാണെങ്കിൽ ഈ വെള്ളത്തിൽ ഓളം ഉണ്ടാവില്ല. അപ്പോൾ കടലിന്റെ അടി വരെ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്ന താഴെ വീഴാണെങ്കിലും കൂട്ടുണ്ടാവുമല്ലോ. പിന്നെ അവിടെ കളിക്കണ്ടായിരുന്ന കുറച്ച് കുഞ്ഞു ആരാധകർ കണ്ടത് ഓടി വന്ന് വിശേഷങ്ങളൊക്കെ തിരക്കിട്ടോ. വൈകുന്നേരം ആയപ്പോൾ അവിടെ അടുത്തുള്ള ചായക്കടയിൽ പോയിട്ടോ. നാടൻ കടികളും ചായയും കുടിച്ചു. റിസോർട്ടിന്റെ ഓൾ ഇൻ ഓൾ ആയ സിറാജേട്ടനാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. രാത്രി ആയപ്പോൾ ഞങ്ങളെ കാണാൻ വന്നവരാണ് കേട്ടോ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 100% നിഷ്കളങ്കരായ മനുഷ്യർ. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റായി കിട്ടിയത് പുട്ടും കടലക്കറിയും അഗട്ടി സ്പെഷ്യൽ കീലാഞ്ചിയും തേങ്ങാപ്പാലും ആയിരുന്നു. തേങ്ങാപ്പാലിൽ പഴം നുറുക്കിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പഴത്തിന്റെ ചെറിയ ടേസ്റ്റ് കഴിക്കുമ്പോൾ പാലിൽ കിട്ടിയിരുന്നു. അരിപ്പൊടിയും മുട്ടയും ചേർത്ത് കനം കുറഞ്ഞ് നൈസായി ഉണ്ടാക്കുന്ന ഒന്നാണ് കീലാഞ്ചി. വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലിൽ ഒന്ന് കുളിക്കിറങ്ങിയതാണ് ഞങ്ങൾ. കടലിൽ പച്ചക്കളർ കാണുന്നതാണ് ലഗൂൺ ഏരിയ. അത് കഴിഞ്ഞുള്ളത് ഉൾക്കടലാണ്. അവിടെ നല്ല ആഴമുണ്ടാകും. ലഗൂൺ ഏരിയയിൽ സേഫായി ഇറങ്ങാം. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ ഇറങ്ങി കേട്ടോ. കണ്ണിൽ ഗ്ലാസും വായിൽ ഓക്സിജൻ ട്യൂബും വെച്ചാണ് ഇറങ്ങുക. ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു. പിന്നെ അങ്ങ് കമന്ന് കിടക്കും. പിന്നെ നമുക്ക് ക്ലിയർ ആയി കടലിന്റെ അടിഭാഗം കാണാം. പിന്നെ കയാക്കിങ് ചെയ്തു കേട്ടോ. 2 പേരാണ് ഒരുമിച്ച് കയറുന്നത്. ഞാനും നിർമ്മലും ഒരുമിച്ച് കയറിയത്. എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വൈകുന്നേരം ഗ്ലാസ് ബോട്ട് കൽപ്പറ്റ ഐലൻഡിലേക്ക് തിരിച്ചു കേട്ടോ. സീസൺ സമയമാണെങ്കിൽ ഒരുപാട് മീനിനെ നമുക്ക് ഇതിലൂടെ കാണാം. 2 ദിവസം ഞങ്ങളുടെ ഗൈഡ് സിറാജേട്ടനായിരുന്നു കേട്ടോ. വളരെ മനോഹരമായ ആൾതാമസമില്ലാത്ത ഐലൻഡ്. ഇതിനെ പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ട് കേട്ടോ.
Thanks, Master Vikram. My biological name is Michael Elias Jackson Elias. Vikram Elias. എന്താ അത്? ആരാതാ ബോട്ട് ഓടിക്കുന്നേ? ഒരു നിമിഷം സ്തംഭിച്ചു പോയി. എന്താ ഈ കൊച്ചു ലക്ഷദ്വീപിൽ നടക്കുന്നേ? വീണ്ടും ഡ്രൈവർ മാറിയോ? ഇതാര്, സിംഗപ്പെണ്ണ? പിന്നെ അകട്ടിയിൽ അക്വേറിയത്തിലേക്ക് പോയിട്ടോ. കടലിനെ പറ്റി, മീനിനെ പറ്റി ഒരുപാട് അറിയാൻ പറ്റി. രാത്രി ഡിന്നർ ഫ്രഷ് ആയി പിടിക്കുന്ന മീൻ ഗ്രിൽ ചെയ്തെടുക്കുന്ന സ്ഥലത്തു നിന്നായിരുന്നു. CI നൂർ സാറും PR ഖുറേഷി സാറും SHO ബെന്നി സാറിന് കൂടിയായിരുന്നു കേട്ടോ ഡിന്നർ. രസകരമായ നിമിഷങ്ങളായിരുന്നു. അടുത്ത ദിവസം ഞങ്ങളെ കാണാൻ വന്ന ചേച്ചിയാണ് കേട്ടോ. അകട്ടിയിലെ കമ്മൽ, മാല, ഫാൻസി ഐറ്റംസ് ചേച്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട്. ദ്വീപ് നീളനെ ആയതുകൊണ്ട് രണ്ട് സൈഡും കടൽ തന്നെയാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ അടുത്ത റിസോർട്ടിലേക്ക് പോവാണ്. അകട്ടിയിലെ വൺ ഓഫ് ദ പ്രീമിയം റിസോർട്ട്. നൂർ സാർ വഴിയാണ് ഞങ്ങൾക്ക് ഈ റിസോർട്ട് കിട്ടിയത്. ഞങ്ങൾ ഇനി സ്കൂബ ചെയ്യാൻ പോവാണ് കേട്ടോ. സ്കൂബ ഡ്രസ് ഒക്കെ ഇട്ട് ആകെ ത്രില്ലിലാണ്. ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് സ്കൂബ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയാൽ അത് മറികടക്കുന്നതിനുള്ള സ്റ്റെപ്സ് ആയിരുന്നു. കടലിന്റെ ഉള്ളിൽ ഒരു മായാലോകം ഉണ്ടെന്ന് മനസ്സിലായി. മീനിനെ തൊടാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല, വഴുതി മാറുകയായിരുന്നു. വിഷ്ണു ബ്രോയ്ക്ക് തൊടാൻ പറ്റിയെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ സ്കൂബയ്ക്ക് നിന്നത് ലാക്സി ടീമായിരുന്നു കേട്ടോ. അടിപൊളി സപ്പോർട്ടായിരുന്നു. 2 പേരെയാണ് ഒരുമിച്ച് ഇറക്കുന്നത്. എൻ്റെ ഒപ്പം ഇറങ്ങിയത് നിർമ്മലായിരുന്നു. അങ്ങനെ കടലിന്റെ അടിയിൽ ഒരു കപ്പിൾ വീഡിയോ ഷൂട്ട് നടത്താൻ പറ്റി. സ്കൂബ് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ബോട്ടിന് ചെറിയ ആട്ടം ഉള്ളത് കൊണ്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. എനിക്കും ചേട്ടം ഉണ്ടായിട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. സ്കൂബ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബൈക്ക് റൈഡിന് പോയിട്ടോ. വൈകുന്നേരം ചായ കുടിക്കാൻ കയറിയപ്പോൾ അവർ തന്ന സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ഐറ്റം. ഷവർമ ടേസ്റ്റ് ഒക്കെ ആയി സാദൃശ്യം തോന്നി. ബ്രെഡും മുട്ടയും മയണൈസും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ഡിഷ്. രാത്രിയായപ്പോൾ നൂർ സാറിന്റെ നേതൃത്വത്തിൽ ഫിഷ് ഹണ്ടിന് ഇറങ്ങിട്ടോ. രാത്രി മീനുകൾ ഉറങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ ഫിഷ് ഹണ്ട് വെച്ചത്. അങ്ങനെ ഇന്നാണ് ഞങ്ങളുടെ ലക്ഷദ്വീപിലെ അവസാന ദിവസം. രാവിലെ തന്നെ സഞ്ചി നിറയെ മീൻ പിടിച്ചു വന്ന ചേട്ടനെ കണ്ടു കേട്ടോ. നമ്മുടെ CI നൂർ സാർ ഹെൽമെറ്റ് ആണ് കേട്ടോ ചോദിച്ചത്. ഇവിടെ ബൈക്കിനാണെങ്കിലും ഹെൽമെറ്റ് നിർബന്ധമില്ല. അങ്ങനെ മണ്ണിനോട് പെണ്ണിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിക്കുകയായി. സീസൺ സമയത്ത് വരാമെന്ന പ്രതീക്ഷയുമായി. ഇവരെല്ലാവരും ഉള്ളത് കൊണ്ടാട്ടോ ഈ യാത്ര ഇത്രയും മനോഹരമായത്.